ആകാശത്തിൽ കാണുന്ന വെള്ളസാരിയുടുത്ത സ്ത്രീരൂപവും പതിഞ്ഞു കേൾക്കുന്ന പാട്ടും പുകമറഞ്ഞ അന്തരീക്ഷവും അസ്വാഭാവികമായ നിശബ്ദതയും കൊണ്ട് നമ്മെ പേടിപ്പിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. അക്കാലത്ത് പുതുമഴയായി മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ യക്ഷിരൂപമാണ് ആകാശഗംഗയിലെ ഗംഗ. വെള്ളസാരിയുടുത്ത യക്ഷികൾ ഔട്ട് ഓഫ് ഫാഷൻ ആയ കാലത്ത് ഈ സിനിമയോട് ഒരു നൊസ്റ്റാൾജിക് പ്രണയം പലർക്കും ഉണ്ടാവും. നിരവധി വെല്ലുവിളികൾ നേരിട്ട് ആകാശഗംഗ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയിട്ട് ഇന്നേക്ക് 25 വർഷം തികയുകയാണ്. ജനുവരി 26 വിനയന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം അക്കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ചിത്രത്തിന്റെ സംവിധാനം മാത്രമല്ല, നിർമ്മാണവും വിനയൻ തന്നെയായിരുന്നു. വെള്ളസാരിയുടുത്ത ഏഴിലംപാലയിലെ യക്ഷിക്കഥയുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിരവധി നിർമ്മാതാക്കൾ സിനിമ തള്ളിക്കളഞ്ഞു. യക്ഷിക്കും മന്ത്രവാദിക്കും മാത്രം പ്രാധാന്യമുള്ള കഥയായതിനാൽ അന്നത്തെ ഒരു പ്രശസ്ത യുവനടൻ പോലും സിനിമയുടെ ഭാഗമാവാൻ തയ്യാറായില്ല. പല കാര്യങ്ങളും വിനയന്റെ ആകാശഗംഗയെ തളർത്തിയപ്പോഴും അദ്ദേഹം തളരാനും തയ്യാറായില്ല. വിനയന്റെ കുട്ടിക്കാല ഓർമ്മകളിൽ നാട്ടിലെ കാവും അവിടുത്തെ ഏഴിലം പാലയും പാലയിലെ പ്രണയാർദ്രയും പ്രതികാരദാഹിയുമായ യക്ഷിയും എപ്പോഴും ഉണ്ടായിരുന്നു. ആ കഥ തന്നെയായിരുന്നു ആകാശഗംഗയുടെ ത്രെഡ്. അങ്ങനെ പല പ്രതിസന്ധികളും തള്ളിമാറ്റി വീട് വെക്കാനെടുത്ത ലോൺ പോലും എടുത്ത് വിനയൻ ആകാശഗംഗയുടെ പിറവിക്ക് വഴിയൊരുക്കി. നായകനായി പുതുമുഖവും ദിവ്യ ഉണ്ണിയും മയൂരിയും അഭിനയം കൊണ്ട് തകർത്താടിയ അന്നത്തെ ഏറ്റവും ഹിറ്റായ ഹൊറർ സിനിമയുടെ പിറവിയായിരുന്നു അത്. പ്രതികാര ദുർഗയായ യക്ഷിയായി മയൂരിയും അവളെ തളയ്ക്കാനെത്തുന്ന മന്ത്രവാദിയായി എത്തിയ രാജൻ പി ദേവും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. കാലം എത്ര പുരോഗമിച്ചാലും വിശ്വാസങ്ങൾ മാറി മറിഞ്ഞാലും ഇന്നും യക്ഷി എന്ന പദത്തിനൊപ്പം വരിക പുതുമഴയായി വന്നു നീ എന്ന ഗാനമായിരിക്കും. അത്രത്തോളം അന്ന് ആ സിനിമ മലയാളി പ്രേക്ഷകരിൽ അടിയുറപ്പിച്ചിരുന്നു. ആകാശഗംഗ ഇറങ്ങി 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ വിനയൻ പങ്കുവച്ച ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആകാശഗംഗയ്ക്ക് പിന്നിലെ പ്രതിസന്ധികളും പോരാട്ടവും അതിൽ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പലരും തള്ളിപ്പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം വിനയൻ ചെയ്ത ഒട്ടുമിക്ക പടങ്ങളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, പ്രണയനിലാവ്, ഇൻഡിപെൻഡൻസ്, കരുമാടിക്കുട്ടൻ, ദാദാ സാഹിബ്, രാക്ഷസ രാജാവും ഒക്കെ അതിനുദാഹരണങ്ങളാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തന്റെ വിജയചിത്രമായ ആകാശഗംഗയ്ക്ക് ഒരു രണ്ടാം ഭാഗവും വിനയൻ ഒരുക്കി. 2019 നവംബറിലെത്തിയ ചിത്രം പക്ഷെ വലിയ വിജയമായിരുന്നില്ല. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മരിച്ചുപോയ പഴയ നടി മയൂരിയെയും സിനിമയിൽ കൊണ്ടുവന്നിരുന്നു. എന്നാൽ കാലം മാറുമ്പോൾ പ്രേക്ഷകരുടെ കാഴ്ചയും മാറുമെന്നതിന് വലിയ ഉദാഹരണം കൂടിയാണ് രണ്ടാം ഭാഗം. എങ്കിലും മലയാളികൾക്ക് മറക്കാനാകാത്ത നിരവധി വ്യത്യസ്ത ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് വിനയൻ. അതിലെ നാഴികക്കല്ലാണ് ആകാശഗംഗ ആദ്യ ഭാഗം എന്ന് പറയാം. കാരണം മലയാളികളുടെ മനസ്സിലെ വെള്ള സാരിയുടുത്ത യക്ഷിരൂപം ഇന്നും ആകാശഗംഗയിലെ യക്ഷി തന്നെയായിരിക്കും.